ഹായ് വെൽക്കം ടു ദി എൻട്രി കോഡ്. അപ്പം നമ്മൾ ഈയിടെ അടുത്ത കാലത്തൊക്കെ കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ടേമാണ് പൈത്തൺ പഠിച്ച ജോലി കിട്ടും. പൈത്തൺ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. വെബ് ഡെവലപ്മെൻറ്റ് ചെയ്യാം. പൈത്തൺ യൂസ് ചെയ്തിട്ട് സയൻറ്റിഫിക് കമ്പ്യൂട്ടിംഗ്, ഡാറ്റാ സയൻസ്, മെഷീൻ ലേണിംഗ്, AI ഇതെല്ലാം ചെയ്യാം. ഇതൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം എങ്ങനെയാണ് പൈത്തൺ യൂസ് ചെയ്തിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്? അപ്പം എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ടായിരിക്കും, പൈത്തൺ പഠിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളിലേക്ക് പോകാം. ഇത് ഈ ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരുപാട് കമ്പനീസ് ഉണ്ട്. അതിനകത്തൊക്കെ ഒരു പൈത്തൺ ഡെവലപ്പർ റോൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു പൈത്തൺ ജാങ്കോ ഡെവലപ്പർ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ പൈത്തൺ മെഷീൻ ലേണിംഗ്, അല്ലെങ്കിൽ പൈത്തൺ AI, പൈത്തൺ ഡേറ്റാ സയൻസ്, ഇതിനൊക്കെ സ്കോപ്പ് ഉണ്ടാവും. അപ്പം പൈത്തൺ പഠിച്ചാൽ കൊള്ളാം. അപ്പോൾ പൈത്തൺ പഠിക്കാനായിട്ട് നിങ്ങൾ ഇൻസ്റ്റഗ്രാമോ ഏതെങ്കിലും പ്ലാറ്റ്ഫോമുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് ആഡുകളും റീലുകളും ഒക്കെ നിങ്ങൾ കാണാറുണ്ട്. അപ്പം ഒരുപാട് ഫീസ് ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. അപ്പം അവിടെ നിന്നാണ് നമ്മൾ ഈ ഒരു പൈത്തണിൻ്റെ ഫ്രീ ആയിട്ടുള്ള ഒരു ട്യൂട്ടോറിയലിൻ്റെ ഒരു ഐഡിയയിലേക്ക് എത്തുന്നത്. അപ്പം എല്ലാവർക്കും ഫ്രീ ആയിട്ട് പൈത്തൺ പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ദി എൻട്രി കോഡ്. അപ്പം ഈ പൈത്തൺ ട്യൂട്ടോറിയൽ പഠിച്ചുകൊണ്ടുള്ള ഗുണം, പൈത്തൺ ഇതിനകത്ത് ഫ്രം സ്ക്രാച്ച് ഒരു ബേസിക് മുതൽ കൊണ്ട് നമ്മളൊരു എക്സ്ട്രീം ലെവലിലേക്ക് പൈത്തണിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളും നമ്മൾ ഈ ഒരു ട്യൂട്ടോറിയലിൽ കവർ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഇതിനകത്ത് നിങ്ങൾക്ക് വരുന്ന ഡൗട്ടുകൾ എങ്ങനെ ക്ലിയർ ചെയ്യും? ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസേൺ ആണ്, എങ്ങനെയാണ് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുക? ഒരു കോഡ് മനസ്സിലായില്ല, അല്ലെങ്കിൽ ഒരു ഭാഗത്ത് ഡൗട്ട് ഉണ്ട്. അപ്പം അതിനായിട്ട് നമുക്ക് ഇതിൻ്റെ താഴെ തന്നെ, നമ്മുടെ പ്ലേലിസ്റ്റിൻ്റെ താഴെ തന്നെ ഒരു ടെലഗ്രാം കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഡൗട്ട്സ്, നിങ്ങളുടെ കൺസേൺസ്, കാര്യങ്ങളെല്ലാം അതിനകത്ത് ചോദിക്കാൻ പറ്റും. അപ്പം അവിടെ നിങ്ങൾക്ക് മെൻറ്റേഴ്സ് ഉണ്ടായിരിക്കും, അതിനകത്ത് ഇതേപോലെ നിങ്ങളുടെ ഫെലോ ലേണേഴ്സ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ റിക്രൂട്ടേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് എക്സ്പേർട്സ്, ഓൾറെഡി ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകളെ നമ്മൾ അതിനകത്തേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം അതിനകത്ത് നിങ്ങൾക്ക് ഇതേപോലെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് കൂടുതൽ വെയിറ്റ് ചെയ്യാൻ, നമുക്ക് പൈത്തൺ പഠിക്കുന്നതിലേക്ക് കയറി നോക്കാം. അപ്പം അവിടെ നിങ്ങൾക്ക് പൈത്തൺ പ്രോഗ്രാമിംഗ് ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാകും, എവിടെയാണ് ഈ പൈത്തൺ എങ്ങനെയാണ് തുടങ്ങേണ്ടത്, അപ്പം എവിടെയാണ് ഈ പൈത്തണൊക്കെ കോഡ് എഴുതുന്നത്? അപ്പോൾ നമുക്കറിയാം, നമ്മളൊരു ലെറ്റർ ടൈപ്പ് ചെയ്യാനാണെങ്കിൽ നമ്മൾ വേർഡ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ നമുക്കൊരു ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ എക്സൽ യൂസ് ചെയ്യും. അപ്പോൾ അതുപോലെ നമുക്ക് എങ്ങനെ പൈത്തൺ എവിടെ നമ്മൾ ചെയ്യാൻ പറ്റും? അപ്പം ആ ഒരു തോട്ടിൽ നിന്ന് നമുക്ക് പൈത്തൺ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ള ഒരു ഐഡിയയിലേക്ക് എത്താം. അപ്പം പൈത്തൺ ഈ പറഞ്ഞ പോലെ തന്നെ പൈത്തണിൻ്റെ യൂസസ് ഒരുപാട് വാസ്റ്റ് ആയിട്ടുള്ള യൂസസ് ആണ്, ഒരു വേഴ്സറ്റൈൽ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് പൈത്തൺ. അപ്പം ഇത് പഠിച്ചുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പൈത്തൺ പഠിച്ചേ പറ്റുള്ളൂ. അപ്പം നമുക്ക് പൈത്തൺ പഠിക്കണമെങ്കിൽ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ അതിലേക്ക് പോവാം. അപ്പോൾ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പൈത്തൺ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ, പൈത്തൺ ഫ്രീ ആയിട്ട് ഓപ്പൺ സോഴ്സ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ പൈത്തൺ മാത്രം പോരാ, പൈത്തൺ യൂസ് ചെയ്ത് കോഡ് ചെയ്ത് നമ്മളൊരു കോഡ് എഡിറ്റർ കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ചൂസ് ചെയ്യുന്നത് VS കോഡാണ്, വിഷ്വൽ സ്റ്റുഡിയോ കോഡ്. അപ്പം അത് ഫ്രീ ആയിട്ടുള്ളത് അനദർ സോഫ്റ്റ്വെയർ ആണ്, ഒരു കോഡ് എഡിറ്റർ ആണ്. അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ കൂടുതൽ കഥ പറയുന്നില്ല, കൂടുതൽ വെയിറ്റിംഗ് ഒന്നുമില്ല, നമുക്ക് നേരെ പൈത്തൺ ഇൻസ്റ്റാളേഷന് പോവാം. അപ്പോൾ പൈത്തണും VS കോഡ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ അതിലേക്ക് പോവാം. അപ്പം ഇതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നേരെ ഗൂഗിൾ ക്രോം ഏതെങ്കിലും നിങ്ങളുടെ ഒരു ബ്രൗസർ എടുക്കുക. അതിനകത്ത് python.org എന്ന് പറയുന്ന സൈറ്റിനകത്തോട്ട് പോവുക. അപ്പോൾ അതിനകത്ത് നിങ്ങളുടെ ഡൗൺലോഡ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ആ ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ഓപ്ഷനകത്ത് നമുക്ക് പൈത്തൺ 3.1, 3.2 ഇപ്പം നിലവിൽ ഞാനിപ്പോൾ ഇവിടെ ഈ ക്ലാസ് എടുക്കുന്ന സമയത്തുള്ള വേർഷനാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിനനുസരിച്ച് എപ്പോഴാണോ കാണുന്നതനുസരിച്ച് ആ സമയത്തുള്ള വേർഷൻ, നിങ്ങൾക്ക് ലേറ്റസ്റ്റ് വേർഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡൗൺലോഡ് ആവും. അപ്പോൾ ഇത് ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പം ഇതിപ്പോൾ ഡൗൺലോഡായി. അപ്പം ഈ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിനകത്ത് രണ്ട് ചെക്ക് ബോക്സ് നമുക്ക് ടിക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഏറ്റവും താഴെ യൂസ് അഡ്മിൻ പ്രിവിലേജസും അതേപോലെ തന്നെ ആഡ് python.exe ടു പാത്ത്, ഈ രണ്ടും ടിക്ക് മാർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇല്ലാത്ത സമയത്ത് ചിലപ്പം ബുദ്ധിമുട്ടുകൾ വരാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് ഇൻസ്റ്റാൾ നൗ ക്ലിക്ക് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്താൽ പൈത്തൺ ഇൻസ്റ്റാൾ ആയി. ഇനി പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് എന്താണ്? VS കോഡാണ്, ഒരു കോഡ് എഡിറ്ററാണ്. അപ്പോൾ ഈ VS കോഡ് എഡിറ്റർ എന്ത് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടിയും നല്ല രീതിയിൽ ഒരു ഹയറാർക്കിയും കാര്യങ്ങളെല്ലാം കണ്ട് നമുക്ക് കോഡ് എഴുതാം. അതിനകത്ത് ഒരുപാട് എക്സ്റ്റൻഷൻസ് ഉണ്ട്, ഓട്ടോ ടൈപ്പിംഗ്, ഓട്ടോ കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്.
അത് നിങ്ങൾക്ക് ലൈക്ക് അത് യൂസ്ഡ് ആകുമ്പോൾ സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാം മനസ്സിലാവും. അപ്പം നമുക്ക് ആ കോഡ് എഡിറ്റർ കൂടി ഇൻസ്റ്റാൾ ചെയ്യാം. VS Code എന്നാണ് കോഡ് എഡിറ്ററിൻ്റെ പേര്. VS Code എടുക്കുന്നു, അതും ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഓക്കെ, ഡൗൺലോഡ് ഫോർ വിൻഡോസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതും ഡൗൺലോഡ് ആവും. ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ അതിനകത്ത് കൂടുതൽ ശ്രദ്ധിക്കാനൊന്നുമില്ല, അതിനകത്ത് നമുക്ക് കൂടുതലായിട്ട് ചെയ്യാനൊന്നുമില്ല. കംപ്ലീറ്റ്ലി ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ക്ലിക്ക് ചെയ്യുക, ഇൻസ്റ്റാളേഷന് പോവുക. ഓക്കെ, ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ അത് ഫിനിഷ് കൊടുക്കുക, അത്രേ ഉള്ളൂ കാര്യങ്ങൾ. പിന്നെ നമുക്ക് കാര്യം എന്ന് പറയുന്നത് VS Code ഓപ്പൺ ചെയ്യുക, കോഡ് എഴുതാൻ തുടങ്ങുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഞാനിപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, പൈത്തൺ VS Code ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നേരെ VS Codeനകത്ത് പോവാം. VS Code തുടങ്ങിക്കഴിഞ്ഞാൽ ഇതേപോലെ ഓപ്പൺ ഫോൾഡർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പം ഈ VS Code നമ്മൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്കിപ്പം ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്ക് ചിലപ്പം ഇതുപോലെ അല്ലായിരിക്കും കാണുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. ഇപ്പം ഡെസ്ക്ടോപ്പിനകത്ത് ഒരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഫ്രീ യൂട്യൂബ് ലൈക്ക് പൈത്തൺ ഫ്രീ യൂട്യൂബ് വീഡിയോ എന്ന് പറഞ്ഞ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പൈത്തൺ ഫ്രീ സീരീസ് എന്നാണ് ഫോൾഡറിൻ്റെ പേര്. അപ്പോൾ ആ ഫോൾഡർ ഞാൻ ഫയലിൽ ഓപ്പൺ ഫോൾഡറിൽ പോവാം. എന്നിട്ട് ഡെസ്ക്ടോപ്പിനകത്താണ് ഞാൻ ആ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം പൈത്തൺ ഫ്രീ സീരീസ് എന്ന് പറഞ്ഞ ഈ ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നിങ്ങൾക്കൊന്നും കാണാൻ പറ്റില്ല, കാരണം നിങ്ങളുടെ അതിനകത്ത് ഒന്നും ഉണ്ടാവില്ല. പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ ന്യൂ ഫയൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. നിങ്ങളുടെ കയ്യിൽ VS Codeൻ്റെ അപ്ഡേറ്റഡ് വേർഷൻസ് അനുസരിച്ച് ഇവിടെ ന്യൂ ഫയൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എവിടെയാണോ കാണുന്നത് അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ന്യൂ ഫയൽ ക്ലിക്ക് ചെയ്യുക. ഒരു പേര് കൊടുക്കുക, നമ്മുടെ പ്രോഗ്രാമിന് ഒരു പേര് കൊടുക്കുക. ഞാനിവിടെ pgm0.py, അതായത് പൈത്തൺ ഫയലുകൾ. നമുക്കറിയാം മ്യൂസിക് നമ്മൾ സേവ് ചെയ്യുന്നത് .mp3 ഫയലായിട്ടാണ് അല്ലേ. അതേപോലെ തന്നെ നമുക്ക് .mp4 ആണെങ്കിൽ എന്താണ്, അതൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് പൈത്തൺ ഫയലുകൾ സേവ് ചെയ്യുന്നത് .py ഫോർമാറ്റിലാണ്. അപ്പോൾ .pyയിൽ സേവ് ചെയ്യുക. എന്നിട്ട് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പൈത്തൺ പ്രോഗ്രാം ചെയ്യാൻ പോവാണ്. നിങ്ങളുടെ ആദ്യ പൈത്തൺ പ്രോഗ്രാം ചെയ്യാൻ പോവാണ്. അപ്പം എങ്ങനെയാണ്, ഞാൻ എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്, ഹലോ വേൾഡ്. അപ്പോൾ ഹലോ വേൾഡ് തന്നെ ചെയ്ത് നോക്കാം. അപ്പം ഇതിനകത്ത് കൂടുതൽ സിൻടാക്സോ കാര്യങ്ങളോ ഒന്നുമില്ല, വളരെ എളുപ്പം ലേൺ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണ് പൈത്തൺ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ വളരെ സിമ്പിളായിട്ട് പ്രിന്റ് ഓഫ് നമ്മൾ എന്താണോ പ്രിന്റ് ചെയ്യേണ്ടത് അതാണ് ഇതിനകത്ത് കൊടുക്കേണ്ടത്. ഹലോ, നമുക്ക് ഔട്ട്പുട്ട് എന്താണോ കിട്ടേണ്ടത് അതാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. പ്രിന്റ് ഹലോ വേൾഡ്. അപ്പോൾ ഈ ഹലോ വേൾഡ് എന്ന് ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ട് പ്രിന്റിനകത്താണ് ഞാൻ കൊടുക്കുന്നത്. പ്രിന്റ് എന്ന് പറയുന്നൊരു ഫംഗ്ഷനാണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എത്രയും കണക്കാക്കിയാൽ മതി. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ഹാപ്പൻ ചെയ്യണം, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രീ ഡിഫൈൻഡ് ആയിട്ട് നമ്മൾ ഇതിനകത്ത് ചെയ്ത് വെച്ചേക്കുന്ന ഒരു കൺസെപ്റ്റാണ്. പ്രിന്റ് എന്ന് പറഞ്ഞാൽ എന്ത് കൊടുത്താലും അത് നമുക്ക് ഔട്ട്പുട്ട് നമ്മുടെ ടെർമിനലിൽ കാണിക്കും. അപ്പോൾ ആ ഒരു കൺസെപ്റ്റാണ് അതിനകത്തുള്ളത്. ഇതിൻ്റെ കൂടുതൽ ഞാൻ കോംപ്ലക്സ് ടേമുകളിലേക്കോ കോംപ്ലക്സ് കാര്യങ്ങളോ ഇപ്പം തന്നെ പറയാത്ത ഇതിനകത്ത് എല്ലാ തരത്തിലുള്ള ലേണേഴ്സും ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലായിരിക്കും ഈ സീരീസ് പോകുന്നത്. കുറച്ച് അഡ്വാൻസ്ഡ് ആയുള്ള ആളുകൾ 1-2 വീഡിയോസ് അപ്പുറത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് ആ വീഡിയോ തൊട്ട് കാണാൻ തുടങ്ങുക. ഓക്കെ, അപ്പം ഇനി നമ്മൾ ഇത് എക്സിക്യൂട്ട് ചെയ്യുന്ന രീതി എങ്ങനെയാണ്, അപ്പോൾ അതാണ് അടുത്ത് പറയാൻ പോകുന്നത്. ഇത് റൺ ചെയ്തിട്ട് ഔട്ട്പുട്ട് കിട്ടുന്നത് എങ്ങനെയാണ്. ഈ ടെർമിനൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും അവിടെ, അതിനകത്ത് ന്യൂ ടെർമിനൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഈ ന്യൂ ടെർമിനൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മളിപ്പം നിൽക്കുന്നത് നമ്മുടെ ഈ ഫോൾഡറിനകത്തായിരിക്കും. ഇവിടെ നമ്മൾ ടെർമിനലിൽ ഈ ഫോൾഡറിനകത്തായിരിക്കും നിൽക്കുന്നുണ്ടാവുക. പൈത്തൺ ഫ്രീ സീരീസ് എന്ന് പറഞ്ഞ ഫോൾഡറിനകത്താണ്. ഇവിടെ py സ്പേസ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേര് pgm0.py, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഹലോ വേൾഡ് ഔട്ട്പുട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. സപ്പോസ് നിങ്ങൾക്ക് ഇത് വരുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ Ctrl+S സേവ് ചെയ്യണം. ഇവിടെ ക്ലിക്ക് ചെയ്യുക, കോഡിനകത്ത് ക്ലിക്ക് ചെയ്യുക, Ctrl+S സേവ് ചെയ്യുക. കൺട്രോൾ കീ അമർത്തി പിടിച്ച് S ബട്ടൺ കൂടി അമർത്തുക. അപ്പോൾ സേവ് ആവും, ഒരു ഷോർട്ട് കട്ടാണത്. ഓക്കെ, അപ്പോൾ ഈ ഹലോ വേൾഡ് ഇവിടെ പ്രിൻ്റ് ആയി. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് പ്രോഗ്രാം. അപ്പോൾ നിങ്ങൾ ആലോചിക്കും ജസ്റ്റ് ഒരു ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യാനൊക്കെ എന്തിനാണ് ഇത്രയും കോഡൊക്കെ എഴുതിയെന്നുള്ളത്. എന്തിനാണ് ഈ പൈത്തൺ യൂസ് ചെയ്യുന്നത്? വളരെ സിമ്പിളായിട്ട് ഞാനതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഒരു ലൈൻ കോഡ് കൂടി ഇതിനകത്ത് അപ്പൻഡ് ചെയ്യാണ് ഞാൻ. ഇത് ഏതാന്നൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഒരു for I in range 1000. നമുക്കറിയാം, നമുക്ക് ഒരു ഹലോ വേൾഡ് എന്നൊന്ന് നമുക്ക് ടൈപ്പ് ചെയ്യാൻ ചിലപ്പം 1 സെക്കൻഡ് ആയിരിക്കും ഇരിക്കുക, അല്ലെങ്കിൽ ഒരു 2 സെക്കൻഡ് 3 സെക്കൻഡ് ഒക്കെ എടുക്കാം. അപ്പോൾ 1000 ടൈം ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യാൻ നമുക്ക് എത്ര സെക്കൻഡ് എടുക്കാം? 3000 സെക്കൻഡ്, അതായത് ഒരുപാട് മിനിറ്റുകൾ എടുക്കാം അല്ലേ.
അപ്പം അത്രയും മിനിറ്റ് എടുക്കുന്ന ഒരു കാര്യം നമുക്ക് ആക്ച്വലി പൈത്തൺ യൂസ് ചെയ്തിട്ട് നോക്കി 1000 തവണ ഇപ്പോൾ ഹലോ വേൾഡ് പ്രിന്റ് ചെയ്തു. അപ്പോൾ നമുക്ക് എടുത്ത് വെറും ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു സെക്കൻഡൊക്കെയാണ് എടുത്തത്. അപ്പോൾ പൈത്തൺ കോഡ് എഴുതുന്നത് ഇതുപോലെ നമ്മുടെ ടാസ്കുകൾ സിംപ്ലിഫൈ ചെയ്യാനും ഒരുപാട് കോംപ്ലക്സ് ടാസ്കുകൾ എളുപ്പത്തിൽ ചെയ്യാനും ഒക്കെ തന്നെയാണ്. ഓക്കെ, അപ്പം ഫസ്റ്റ് പ്രോഗ്രാം നിങ്ങൾ ചെയ്തു, ഒരു എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം നമ്മളിവിടെ ചെയ്തു. അപ്പം ഇനി വരും വീഡിയോസിൽ പൈത്തണിൻ്റെ അടുത്തൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് വേരിയബിൾസ് ആൻഡ് ഡേറ്റ ടൈപ്സ് ആണ്. പൈത്തണിനകത്ത് വേരിയബിൾസ് എന്താണ്, ഡേറ്റ ടൈപ്സ് ഏതൊക്കെ തരത്തിലുള്ള ഡേറ്റയാണ് പൈത്തണിനകത്ത് യൂസ് ചെയ്യുന്നത്, ഇതെല്ലാമാണ് അടുത്ത വീഡിയോ. ഇങ്ങനെ ഈ സീരീസ് കംപ്ലീറ്റ്ലി നിങ്ങൾ വ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് അതിനകത്ത് കിട്ടും. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ സീരീസ് കംപ്ലീറ്റ്ലി കണ്ട് ഇതിൻ്റെ അവസാനം ഒരു ടെസ്റ്റ് നമ്മൾ വെക്കുന്നുണ്ടായിരിക്കും. ആ ടെസ്റ്റും ക്ലിയർ ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാട് എക്സൈറ്റിംഗ് പ്രൈസസും നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്